നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ബാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട ചില വാർത്തകളാണ്. അപ്പോൾ ഈ വാർത്തകളെന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഒരേപോലെ പ്രയോജനപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ ആദ്യത്തെ വാർത്ത എന്ന് പറയാൻ നേരത്തെ എന്താണ്? ബഹിരാകാശത്തെത്തുന്ന ആദ്യത്തെ മലയാളി അതാരാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം. ഒരുപാട് ആളുകൾ ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ട് അല്ല. രാകേഷ് ശർമ്മ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ 1984 ആദ്യമായിട്ട് റഷ്യയുടെ സഹായത്തോടുകൂടി ബഹിരാകാശത്ത് എത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു മലയാളിയായിട്ടുള്ള അനിൽ മേനോനാണ് ഇപ്പോൾ റഷ്യയുടെ തന്നെ സോയൂസ് എന്ന് പറയുന്നൊരു പേടകമുണ്ട്, MS സോയൂസ് 29 എന്ന് പറഞ്ഞൊരു പേടകമുണ്ട്. ആ പേടകത്തിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അനിൽ മേനോൻ എന്ന് പറയുന്ന മലയാളി 2026 ജൂൺ മാസത്തിൽ പുറപ്പെടുമ്പോൾ ബഹിരാകാശത്ത് എത്തുന്ന ആദ്യത്തെ മലയാളി എന്ന നേട്ടം അനിൽ മേനോന് സ്വന്തമാവുകയാണ്. അടുത്ത വാർത്ത ഇതാണ്. 2025 ജൂലൈയിൽ പൊതു ഇടങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു വർഷം ആകാൻ പോകുന്നു ഏകദേശം അല്ല. 2025 ജൂലൈയിൽ പൊതു ഇടങ്ങളിൽ പുകവലി നിരോധിച്ച രാജ്യത്തിൻ്റെ പേര് ഫ്രാൻസ് എന്നാണ്. അതേപോലെ മറ്റൊരു ചോദ്യം ഇതാണ്. മാധ്യമരംഗത്തെ സംസ്ഥാന സർക്കാർ നൽകുന്നൊരു പുരസ്കാരമുണ്ട്. സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നൊരു പുരസ്കാരമുണ്ട്. സ്വദേശാഭിമാനി കേസരി പുരസ്കാരം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ സ്വദേശാഭിമാനി കേസരി പുരസ്കാരം അതിന് അർഹനായിരിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് KG പരമേശ്വരൻ നായരാണ്. പരമേശ്വരൻ നായരാണ് പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. 2022 സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. 2023 കേസരി പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് N അശോകനാണ്. ഇനി നമ്മുടെ സ്വന്തം സംസ്ഥാനത്തിലെ ഒരു റീജിയണൽ പാസ്പോർട്ട് ഓഫീസുണ്ട്. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ടാണ് വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് വാർത്തയിൽ എങ്ങനെയാണ് ഇടം പിടിച്ചിരിക്കുന്നതെന്ന് കൂടി ഒന്നറിയാം അല്ല. എന്താണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള ഒരു വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു പുരസ്കാരം അല്ല. 2025 പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നത് ഏതാണ്? കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പുരസ്കാരത്തിന് അർഹത നേടിയിരിക്കുന്നത്. 2026 ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നുണ്ട്. അതിൻ്റെ വേദി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമായ ഇന്ത്യയാണ്. ജൂലൈ 12 എന്ന് പറയുന്നത് ലോക മലാല ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു മനുഷ്യാവകാശ പ്രവർത്തക അല്ലെങ്കിൽ ഒരു ചൈൽഡ് ലൈൻ പ്രവർത്തകയായിരുന്നു പാകിസ്ഥാനി സ്വദേശിയായിരുന്ന മലാല യൂസഫ്സായി. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മതഭീകരർ അവരെ വധിക്കുവാനൊക്കെ ശ്രമം നടത്തി. അതിനെ തുടർന്നാണ് മലാല യൂസഫ്സായി പ്രശസ്തിയിലേക്ക് എത്തിച്ചേരുന്നത്. ജൂലൈ 12 മലാല ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ്. സ്കൂൾ വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം തടയുന്നതിനായിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. സ്കൂൾ വിദ്യാർത്ഥികളിലും കോളേജ് വിദ്യാർത്ഥികളിലുമൊക്കെ ലഹരിയുടെ അമിതമായ ഉപയോഗം എത്തിച്ചേരുന്നുണ്ടെന്നും അത് തടയുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രൊജക്റ്റാണ് വിമുക്തി എന്ന് പറയുന്നത്. ഈ വിമുക്തിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഏറ്റവും പുതിയൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് ഉണർവ് എന്ന് പറഞ്ഞ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ എന്താണ് ഉണർവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികളിലും കോളേജ് വിദ്യാർത്ഥികളിലുമൊക്കെ ലഹരിയുടെ ഉപയോഗം എത്തിച്ചേരാതിരിക്കും വേണ്ടി എക്സൈസ് വകുപ്പിൻ്റെ വിമുക്തി പ്രൊജക്റ്റിൻ്റെ കീഴിലുള്ള ഒരു സബ് പ്രൊജക്റ്റിൻ്റെ പേരാണ് ഉണർവ് എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യം കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രത്തെ സംബന്ധിച്ചാണ്. കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രം എങ്ങനെയാണ് പ്രസിദ്ധമാകുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവശില്പമാണ് വെങ്കല ശിവപ്രതിഷ്ഠ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കണ്ണൂരിലെ രാജരാജേശ്വര ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ വെങ്കല ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ശ്രീജിത്ത് മൂത്തേടത്ത് എന്ന ബാലസാഹിത്യകാരൻ്റെ ഒരു നേട്ടമാണ്. അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹത ലഭിച്ചിരിക്കുകയാണ്. മലയാളിയായ ശ്രീജിത്ത് മൂത്തേടത്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്നുള്ളതാണ് ഈ പുസ്തകം. പെൻഗ്വിനുകളുടെ വൻകരയിൽ എന്ന പുസ്തകം എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ ശ്രീജിത്ത് മൂത്തേടത്താണ്. 2025 ബാലസാഹിത്യ പുരസ്കാരത്തിന് അർഹനായ മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് ശ്രീജിത്ത് മൂത്തേടത്താണ്. ഇനി ഒരൽപ്പം കായിക വാർത്തയാവാം. അത് കാർലോസ് അൽക്കാരസിനെ കുറിച്ചാണ്. എന്താണ് കാർലോസ് അൽക്കാരസിൻ്റെ പ്രത്യേകത? 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയ വ്യക്തിയാണ് കാർലോസ് അൽക്കാരസ്. 2025 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ പേരാണ് കാർലോസ് അൽക്കാരസ് എന്ന് പറയുന്നു. ആരെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്? ഇറ്റാലിയൻ ടെന്നീസ് പ്ലെയറായ യാനിക് സിന്നറിനെ കീഴടക്കിയാണ് ഇദ്ദേഹം കിരീടം നേടിയിരിക്കുന്നത് അല്ലേ. ഇറ്റലിയുടെ യാനിക് സിന്നറിനെ കീഴടക്കിയാണ് കിരീടം നേടിയത്. അതേപോലെ വനിതാ സിംഗിൾസ് ടെന്നീസ് ഉണ്ട്, ഫ്രഞ്ച് ഓപ്പൺ ആണ്. 2025 വനിതാ ഫ്രഞ്ച് ഓപ്പൺ കിരീടം നേടിയ വ്യക്തി അമേരിക്കക്കാരിയായിട്ടുള്ള കൊക്കോ ഗൗഫാണ്.
അമേരിക്കക്കാരിയായ കൊക്കോഫ് ഗൌഫ് ആണ് 2025 ഫ്രഞ്ച് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്. ബെലാറസുകാരിയായ ആര്യാന സബലേങ്കയെ പരാജയപ്പെടുത്തിയിട്ടാണ് കൊക്കോ ഗൌഫ് കിരീടം നേടിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അടുത്ത വാർത്ത, ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ഒരു ട്രോഫിയുണ്ട്. ഈ ട്രോഫിയുടെ പേരാണ് ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്നാണ് പറയുന്നത്. ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്ന് പറയുന്നു. ഗവാസ്കർ ബോർഡർ ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ മത്സര വിജയികൾക്ക് ലഭിക്കുന്ന ട്രോഫിയാണ് ഗവാസ്കർ ബോർഡർ ട്രോഫി എങ്കിൽ ആൻഡേഴ്സൺ ടെണ്ടുൽക്കർ ട്രോഫി എന്ന് പറയുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പര ജേതാക്കൾക്ക് ലഭിക്കുന്ന ട്രോഫിയാണ്. ഇനിയൊരൽപ്പം കൾച്ചറൽ വാർത്തയാണ്. ഹാരപ്പൻ സംസ്കാരം, അതായത് സിന്ധു നദീതട സംസ്കാരം എന്ന് പറഞ്ഞ് നമ്മുടെ പൗരാണിക സംസ്കൃതി, അവിടെ 5000 വർഷം പഴക്കമുള്ള ഒരു ജനവാസ കേന്ദ്രം ഈ അടുത്തിടെ കണ്ടെത്തുകയുണ്ടായി. ഹാരപ്പൻ സംസ്കാരത്തിനും 5000 വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ അതിനും 5000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ജനവാസ കേന്ദ്രം കണ്ടെത്തിയത് ഗുജറാത്തിലെ കച്ച് എന്ന സ്ഥലത്താണ് എന്ന് നമ്മൾ ഓർക്കുക. ഇനി അടുത്തത് സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളൊരു വാർത്തയാണ്. അത് ഹരിതകർമ്മ സേനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മാലിന്യം നീക്കം ചെയ്യുവാനായിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ട്രൈ സൈക്കിളിൻ്റെ പേരാണ് ഹരിത വാഹിനി എന്ന് പറയും. ഒരു സ്ഥലത്ത് നിന്നും മാലിന്യം മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയ ഒരു ട്രൈ സൈക്കിളിൻ്റെ പേരാണ് ഹരിത വാഹിനി എന്ന് പറയുന്നു. ഇനി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ കൊല്ലം MP കുറിച്ചുള്ളതാണ് വാർത്ത. അതായത് മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന എന്ന് പറഞ്ഞൊരു പുരസ്കാരമുണ്ട്. 1ഉം 2ഉം തവണയല്ല, ഇത് 4ാമത്തെ തവണയാണ് നമ്മുടെ എൻ കെ പ്രേമചന്ദ്രൻ MPക്ക് മികച്ച പാർലമെൻറ്റേറിയനുള്ള സൻസദ് രത്ന എന്ന് പറയുന്ന പുരസ്കാരം ലഭിക്കുന്നത്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഏതാണ് മിഷൻ വസുന്ധര എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട്. ആസാമിലാണ് മിഷൻ വസുന്ധര എന്ന പ്രൊജക്റ്റ് നടപ്പിലാക്കപ്പെടുന്നത്. എന്താണ് മിഷൻ വസുന്ധര? അതായത് ഭൂമിക്ക് മേൽ അവകാശം സ്ഥാപിച്ച് നൽകുന്ന ഒരു പദ്ധതി. അത് വസുന്ധര എന്ന് വെച്ചാൽ ഭൂമിയാണ്, അതിൻ്റെ മലയാളം അർത്ഥമെന്ന് പര്യായം പഠിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ആസാം എന്ന സംസ്ഥാനത്തെ ജനതയ്ക്ക് അവർ വസിക്കുന്ന ഭൂമിയുടെ മേൽ അവകാശം സ്ഥാപിച്ച് നൽകുന്ന ഒരു കർമ്മ പദ്ധതിയുടെ പേരാണ് മിഷൻ വസുന്ധര എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പട്ടയം കൊടുക്കുന്നു എന്ന് മാത്രമേ അർത്ഥമുള്ളൂ കേട്ടോ. അപ്പോൾ ആസാമിലെ പട്ടയ വിതരണ പദ്ധതിയുടെ പേരാണ് മിഷൻ വസുന്ധര എന്ന് ഓർത്തേക്കുക. അടുത്ത ചോദ്യം, അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് വനദീപ്തി. അതായത് വനത്തിനുള്ളിലേക്ക് ആ വനത്തിൻ്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമല്ലാത്ത സസ്യലതാദികൾ കടന്നു വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്വാഭാവിക സസ്യജാലങ്ങൾക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ട്. അതുമൂലം അവിടുത്തെ പരിസ്ഥിതി വ്യവസ്ഥ പാടെ തകരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്? നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അധിനിവേശ സസ്യങ്ങൾ നീക്കം ചെയ്യണം. അപ്പോൾ ഒരു കാട്ടിൽ വളരേണ്ടുന്ന സസ്യങ്ങൾ മാത്രം വളർത്തിക്കൊണ്ട് മറ്റുള്ളവയെ നീക്കം ചെയ്യുന്ന പദ്ധതിയുടെ പേരാണ് വനദീപ്തി എന്ന് പറയുന്ന പദ്ധതി. അതാണ് വനദീപ്തി. അടുത്തത് ഒരു സ്പോർട്സ് വാർത്തയാണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അല്ലേ. അപ്പോൾ ന്യൂഡൽഹിയിൽ നടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ന്യൂഡൽഹിയിൽ നടന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് കങ്കണ റാവത്താണ്. പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ഭിന്നശേഷികളൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടി നടത്തപ്പെടുന്നൊരു കായിക മാമാങ്കമാണ് ഈ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. അത് കങ്കണ റാവത്തായിരുന്നു അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ. ഈ ചാമ്പ്യൻഷിപ്പിന് ഒരു ഔദ്യോഗിക ചിഹ്നമുണ്ടായിരുന്നു. ഔദ്യോഗിക ചിഹ്നത്തിൻ്റെ പേര് വിരാജ് എന്നാണ്. വിരാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനയാണ്. അപ്പോൾ വിരാജ് എന്ന് പറയുന്ന ആനയായിരുന്നു ഈ ചാമ്പ്യൻഷിപ്പിൻ്റെ ഔദ്യോഗിക ചിഹ്നം. ഇനി അശോക് എള്ളുസ്വാമി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ വംശജൻ വാർത്തയിൽ ഇടം പിടിച്ചു. അദ്ദേഹം എങ്ങനെയാണ് വാർത്തയിൽ ഇടം പിടിച്ചെന്നറിയാവോ? ലോക കോടീശ്വരനായ എലോൺ മസ്ക് അദ്ദേഹത്തിന് ഒരു കമ്പനിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്പനിയുടെ പേരാണ് ടെസ്ല എന്ന് പറയുന്നത്. അതൊരു വൈദ്യുത കാർ നിർമ്മാണ കമ്പനിയാണ് ടെസ്ല എന്ന് പറയുന്നത്. അതിലൊരു പ്രൊജക്റ്റ് ഉണ്ട്, ഹ്യൂമനോയിഡ് റോബോട്ട് പദ്ധതി ഉണ്ട്. അതായത് മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങൾ റോബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിക്കുവാൻ പര്യാപ്തമാക്കുന്ന ഒരു പദ്ധതിയാണ് ഹ്യൂമനോയിഡ് റോബോട്ട് എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ തലവനായിട്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ വംശജൻ്റെ പേരാണ് എള്ളുസ്വാമിയാണ്. അശോക് എള്ളുസ്വാമി എന്നാണ് ആ വ്യക്തിയുടെ പേര്. ഇതേപോലെ തന്നെ ഒരു പുസ്തകത്തിൻ്റെ റിവ്യൂ ആണ് അടുത്തത്. അതായത് അന്തകവള്ളികൾ എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അന്തകവള്ളികൾ. ആ വള്ളിയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ആരാണ്? എഴുത്തുകാരനായ സേതു എഴുതിയ പുസ്തകമാണ് അന്തകവള്ളികൾ എന്ന് പറയുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡുണ്ട്, ലാൻഡ്
എന്താണ് ലാൻഡ് ബോർഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഭൂവിനിയോഗ ബോർഡ് എന്ന് പറയും, ലാൻഡ് അക്വിസിഷൻ ബോർഡ് എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കാൻ വേണമെങ്കിൽ. അപ്പം അങ്ങനെയുള്ള ഈ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായിട്ടൊരു പുതിയ പ്രൊജക്റ്റ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ പേരാണ് പ്രകൃതി പാഠം എന്നാണ് ഈ പദ്ധതിയുടെ പേര്. അപ്പോൾ സംസ്ഥാന ഭൂവിനിയോഗ ബോർഡ് കർഷകർക്കായിട്ട് നടപ്പിലാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? അതിൻ്റെ പേരാണ് പ്രകൃതി പാഠം എന്നാണ് ഇതറിയപ്പെടുന്നത്. ഇനിയോ രാജസ്ഥാൻ വാർത്തയിലിടം പിടിച്ചു. അതായത് എങ്ങനെയാണ് 2025 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതി ദിനം നമുക്കറിയാം എന്നാണ്, ജൂൺ മാസം 5-ാം തീയതിയാണ് പരിസ്ഥിതി ദിനം എന്നറിയാം. അപ്പോൾ 2025 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുകൊണ്ട് വന്ദേ ഗംഗാജല സംരക്ഷണ ക്യാമ്പയിൻ, അതായത് ഗംഗാജലം സംരക്ഷിക്കുക ആരാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ ഗംഗാനദി ഒഴുകുന്നുണ്ടോ? ഇല്ല. എന്നാലും അവരെന്ത് ചെയ്തു? വന്ദേ ഗംഗാജല സംരക്ഷണ ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ. ഇനി അടുത്ത ഒരു കേരള പോലീസിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ്? സിവിൽ വ്യവഹാരങ്ങളിലും ഗുരുതരമല്ലാത്ത ക്രിമിനൽ തർക്കങ്ങളിലും അതിവേഗം നീതി ലഭ്യമാക്കാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയുടെ പേരാണ് സമയം. സമയലാഭം ഉണ്ടാകണം കേസിൽ അകപ്പെടുന്ന ആളുകൾക്ക്. സിവിൽ കേസുകളിലും അതേപോലെ തന്നെ ഗുരുതരമല്ലാത്ത ക്രിമിനൽ കേസുകളിലുമെല്ലാം അകപ്പെടുന്ന ആളുകൾക്ക് അവരുടെ സമയം സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കേരള പോലീസിൻ്റെ ഒരു പദ്ധതിയുടെ പേരാണ് സമയം. നല്ല പദ്ധതിയല്ലേ? ഇനി ഇതേപോലെ തന്നെ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ഒരു സംയുക്ത സൈനിക അഭ്യാസമുണ്ട് അല്ലേ? ഇന്ത്യയും മംഗോളിയ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചെങ്കിസ് ഖാൻ്റെ നാടാണ്. മംഗോളിയരുടെ നേതാവായ ചെങ്കിസ് ഖാനാണ് പലവട്ടം ഇന്ത്യ ആക്രമിച്ചത്. അപ്പോൾ ഇന്ത്യയും മംഗോളിയയും തമ്മിലുള്ള ആ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് നൊമാഡിക് എലഫൻ്റ് എന്നാണ് പറയുന്നത്. മംഗോളിയക്കാരെക്കുറിച്ച് നമുക്കറിയാം, അവർ നൊമാഡിക് ജനതയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് അറിയാം, ആനകൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ രണ്ട് കൂട്ടരും കൂടി യോജിച്ച് നടത്തിയ ആ ഒരു സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് നൊമാഡിക് എലഫൻ്റ് എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം ഹരിയാനയിലെ മനേസർ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ സംബന്ധിച്ചാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രദേശം വാർത്തയിൽ ഇടം പിടിച്ചതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വരുന്ന സംസ്ഥാനമാണ്. അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഗതിശക്തി കാർഗോ ടെർമിനൽ നിലവിൽ വന്ന സംസ്ഥാനത്തിൻ്റെ പേരാണ് ഹരിയാന എന്ന് പറയുന്നത് അല്ലേ? ഇനിയോ ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്ന സ്ഥലമാണ് ന്യൂഡൽഹി. ഇൻ്റർനാഷണൽ ബിഗ് ക്യാറ്റ് അലയൻസിൻ്റെ ആദ്യ അസംബ്ലിക്ക് വേദിയാകുന്നത് മാലദ്വീപ്, നമ്മുടെ ന്യൂഡൽഹിയാണ്. ഇനി മാലദ്വീപിൻ്റെ ടൂറിസം അംബാസഡറായിട്ട് നിയമിതനായ ഒരു വനിതയുണ്ട്. ആരാണ്? മാലദ്വീപിൻ്റെ ടൂറിസം അംബാസഡറായിട്ട് നിയമിതയായ വനിതയുടെ ഒരു കത്രീന കൈഫ് എന്നാണ്. ഫിലിം സ്റ്റാറായ കത്രീന കൈഫാണ് മാലദ്വീപിൻ്റെ ടൂറിസം അംബാസഡർ എന്ന പദവിയിലേക്ക് എത്തിപ്പെട്ടത്. ഇനിയോ ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് 2025 തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ചു ധനുഷ്കോടി വന്യജീവി സങ്കേതത്തിൽ ഒരു ദേശാടന പക്ഷിയെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന്. അപ്പോൾ ഏതാണ് ആ ദേശാടന പക്ഷി? 2025 തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച ധനുഷ്കോടി വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ദേശാടന പക്ഷിയുടെ പേരാണ് ഗ്രേറ്റർ ഫ്ലമിംഗോ എന്നുള്ളതാണ് ആ ദേശാടന പക്ഷിയുടെ പേര്. പരിസ്ഥിതി സമ്പന്നമായ ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും ധനുഷ്കോടിയാണ് അല്ലേ? അത് പരിസ്ഥിതി സമ്പന്നമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ബയോളജിക്കൽ റിസർവ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ബയോസ്ഫിയർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം കൂടിയാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. അടുത്ത ഒരു ചോദ്യം ഇതാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മുംബൈയിലാണ് കേട്ടോ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റിൽസ് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. ഇനി അതിഥി തൊഴിലാളികളുടെ മക്കളെ അങ്കണവാടികളിലും സ്കൂളുകളിലും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചൊരു പദ്ധതിയുണ്ട്. അതാണ് AIE ഏക് സാത്ത് സീക്കെ, വന്നാലും നമുക്കൊരുമിച്ച് പഠിക്കാം എന്നുള്ളതാണ് ഈ പദ്ധതി. വരൂ നമുക്കൊരുമിച്ച് പഠിക്കാം, AIE ഏക് സാത്ത് സീക്കെ എന്ന് വെച്ചാൽ നമ്മുടെ അതിഥി തൊഴിലാളികളുണ്ടല്ലോ, അന്യസംസ്ഥാന തൊഴിലാളികളെന്ന് നമ്മൾ വിളിക്കുന്ന ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മക്കളെ സ്കൂളിലും കോളേജിലും എത്തിച്ച് അവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന പദ്ധതിയുടെ പേരാണ് AIE ഏക് സാത്ത് സീക്കെ എന്ന് പറയുന്നത്. ഇനിയോ ഗോത്രജീവിക എന്ന് പറയുന്നൊരു പ്രൊജക്റ്റിനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്താണ് ഗോത്രജീവിക? പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവന ഉപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഗോത്രജീവിക എന്ന് പറയുന്നത്. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഗോത്രജീവിക. 2025 വനിതാ പുരുഷ കബഡി ലോകകപ്പുകൾക്ക് വേദിയാകുന്നത് ഏത് രാജ്യമാണ്? അത് ഇംഗ്ലണ്ടാണ്. ഇംഗ്ലണ്ടിലാണ് 2025 പുരുഷ വനിതാ കബഡി ലോകകപ്പുകൾക്ക് വേദി ആകുന്ന സ്ഥലം എന്ന് പറയുന്നത്. കേരളത്തിലെ കാഴ്ച പരിമിതർക്കായിട്ട് ആരംഭിച്ച ബ്രെയിൽ ലിപി എന്നുവെച്ചാൽ കണ്ണ് കാണാൻ പാടില്ലാത്ത ആളുകൾക്ക് അക്ഷരങ്ങൾ വായിച്ചു പഠിക്കുന്നതിന് വേണ്ടുന്ന ലിപിയാണ് ബ്രെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ കാഴ്ച പരിമിതർക്കായി ആരംഭിച്ച ബ്രെയിലി സാക്ഷരതാ പദ്ധതിയുടെ പേരാണ് ദീപ്തി എന്ന് പറയും. ദീപ്തി. ഇനിയോ വിദ്യാഭ്യാസത്തിലും തൊഴിലിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും OBC സംവരണം 42% ബില്ല് ഈ അടുത്തിടെ ഒരു സംസ്ഥാനം പാസ്സാക്കി. സാധാരണഗതിയിൽ
നമ്മുടെ OBC റിസർവേഷൻ എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷൻ്റെ സജഷൻ പ്രകാരം 27%. എന്നാൽ അത് 42% ബില്ല് ഒരു സംസ്ഥാന മന്ത്രിസഭ പാസ്സാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏത് മന്ത്രിസഭയാണ് 42% OBC സംവരണത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതെന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ്. ഇനിയോ വീണ്ടും അടുത്ത ചോദ്യം, വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ 2025 എനർജി ട്രാൻസിഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? വേൾഡ് എക്കണോമിക് ഫോറം, ലോക സാമ്പത്തിക ഫോറത്തിൽ എനർജി ട്രാൻസിഷൻ ഇൻഡെക്സ് ഉണ്ട്. അതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 71 സ്ഥാനമാണ്. 1 സ്ഥാനത്തുള്ളത് സ്വീഡനാണ്. സ്വീഡൻ എന്ന് പറഞ്ഞ രാജ്യം നമുക്കറിയാം, അത് ഏതാണ്? നമ്മുടെ സ്വീഡൻ, ഫിൻലൻഡ്, നോർവേ എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളുണ്ടല്ലോ. ഈ രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. ഇവയ്ക്ക് ഈ ജനസംഖ്യ വളരെ കുറവാണ്, സാമ്പത്തികമായിട്ട് വളരെ പുരോഗതിയുള്ള രാജ്യങ്ങളാണ്. അതുകൊണ്ട് ഏത് ഇൻഡെക്സ് എടുത്തു കഴിഞ്ഞാലും ഈ രാജ്യങ്ങൾ 1 സ്ഥാനത്തായിരിക്കും. നമ്മളോ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതാണ് എന്ന് വെച്ചാൽ ഏറ്റവും പിന്നിലല്ലെങ്കിലും മധ്യഭാഗത്ത് നമ്മൾ എന്തായാലും ഉണ്ടായിരിക്കും. ഇനിയോ ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള വിമാന കമ്പനിയുടെ പേരാണ് ഇൻഡിഗോ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ മൂല്യമുള്ള വിമാന കമ്പനിയുടെ പേരാണ് ഇൻഡിഗോ. ഇനി അടുത്തൊരു ചോദ്യം വരികയാണ് കേട്ടോ. അത് നമ്മുടെ മലയാളിയായിട്ടുള്ള ആരാണ്? അഖിൽ പി ധർമ്മജനെ കുറിച്ചാണ് ചോദ്യം വന്നിരിക്കുന്നതാണ്. അഖിൽ പി ധർമ്മജൻ്റെ ഒരു നോവലിൻ്റെ പേരാണ് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത്. റാം കെയർ ഓഫ് ആനന്ദി അഖിൽ പി ധർമ്മജൻ്റെ ഒരു നോവലാണ്, ഒരു കൃതിയാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2025 യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ മലയാള കൃതിയാണ് റാം കെയർ ഓഫ് ആനന്ദി. 2025 യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹമായ കൃതിയുടെ പേരാണ് റാം കെയർ ഓഫ് ആനന്ദി. ഇത് എഴുതിയിരിക്കുന്നത് അഖിൽ പി ധർമ്മജനാണ്. അടുത്ത മറ്റൊരു പ്രൊജക്റ്റ് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്നൊരു പ്രൊജക്റ്റാണ്. ആരവല്ലി പർവ്വത നിലയിൽ വനവൽക്കരണം നടത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി എന്ന് പറയുന്നത്. ആരവല്ലി പർവ്വത നിരയിൽ വനവൽക്കരണം നടത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി. 2025 കാലാവസ്ഥാ വ്യതിയാന പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ റാങ്കിങ് എത്രയാണ്? 10ാമത്തെ റാങ്കിലാണ് ഇന്ത്യ എത്തിയിരിക്കുന്നത്. 2025 കാലാവസ്ഥാ പ്രകടന സൂചികയിൽ ഇന്ത്യയുടെ റാങ്കിങ് എന്ന് പറയുന്നത് 10ആണ്. ഇനിയോ മൗഞ്ചാരോ ട്രിസെപാറ്റൈഡ് എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്? ഒരു മരുന്നാണത്. ഏത് കമ്പനിയുടേതാണ്? ടൈപ്പ് 2 പ്രമേഹം, അമിതവണ്ണം എന്നിവ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് US ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ ഇലി ലില്ലി പുറത്തിറക്കിയ ഒരു കുത്തിവെപ്പ് അധിഷ്ഠിത മരുന്നിൻ്റെ പേരാണ് മൗഞ്ചാരോ ട്രിസെപാറ്റൈഡ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മാലിന്യ സംസ്കരണ നഗരപഠന കേന്ദ്രമായിട്ട് മാറിയത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത മാലിന്യ സംസ്കരണ നഗരപഠന കേന്ദ്രമായി മാറിയിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരാണ്. അടുത്ത ചോദ്യം, പ്രകൃതിദത്തമായ കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കാനായി 2024 നവംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച മിഷനാണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്. പ്രകൃതിദത്തമായ കൃഷിരീതികളെ പ്രോത്സാഹിപ്പിക്കാനായി 2024 നവംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച മിഷൻ്റെ പേരാണ് നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്. ഇനി അടുത്തതോ, ഡൽഹി മുതൽ ഗുജറാത്ത് വരെ വ്യാപിച്ചു കിടക്കുന്ന 700 കിലോമീറ്റർ ദൈർഘ്യമുള്ള ആരവല്ലി പർവ്വത നിരയിൽ വനവൽക്കരണം നടത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞു. ആ പദ്ധതിയുടെ പേരാണ് ആരവല്ലി ഗ്രീൻ വാൾ പദ്ധതി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം, ട്രക്കോമ എന്ന് പറയുന്ന ഒരു അസുഖത്തെ സംബന്ധിച്ചാണ്. അതായത് ഇന്ത്യ പൂർണ്ണമായിട്ടും ട്രക്കോമ എന്ന് പറയുന്ന അസുഖത്തിൽ നിന്നും വിമുക്തി നേടിയെന്ന് ലോക ആരോഗ്യ സംഘടന പ്രഖ്യാപിച്ചിരിക്കുന്നത് 2024 ഇനി അടുത്ത ചോദ്യം വന്നിരിക്കുകയാണ്. ഇന്ത്യയിലൊരു റെയിൽവേ ഉദ്ഘാടനം ചെയ്യുകയാണ്, നമോ ഭാരത് റാപ്പിഡ് റെയിൽ. രാജ്യത്തെ ആദ്യത്തെ നമോ ഭാരത് റാപ്പിഡ് റെയിൽ ഉദ്ഘാടനം ചെയ്തത് ഗുജറാത്ത് സംസ്ഥാനത്താണ്. 2025 ഫെബ്രുവരിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്ന നഗരത്തിൻ്റെ പേര് പാരീസ് എന്നാണ്. AI ഉച്ചകോടി എന്ന് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സുരക്ഷാ ഉച്ചകോടി നടന്നത് പാരീസിലാണ്. ഇനി അടുത്തൊരു ചോദ്യമാണ്, ഒരു ദേശാടന പക്ഷിയെക്കുറിച്ചാണ്. ആ ദേശാടന പക്ഷിയുടെ പേരാണ് കാസ്പിയൻ ഗൾ അഥവാ ലാറസ് കച്ചിന്നൻസ് എന്ന് പറയുന്ന ഒരു അപൂർവ ദേശാടന പക്ഷിയുണ്ട്. ഇതിനെ കേരളത്തിൽ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ കണ്ടെത്തിയ അപൂർവ ഇനം ദേശാടന പക്ഷിയുടെ പേരാണ് ലാറസ് കാച്ചിന്നൻസ് അഥവാ കാസ്പിയൻ ഗൾ എന്ന് പറയും. അടുത്ത ചോദ്യം, കോപ്പൻഹേഗൻ എന്ന് പറയുന്ന ഡെൻമാർക്കിൻ്റെ തലസ്ഥാനം വാർത്താ പ്രാധാന്യം നേടിയതാണ്. അതായത് ഏതാണ്? എക്കണോമിക്സ് ഇൻ്റലിജൻസ് യൂണിറ്റ് തയ്യാറാക്കിയ 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സിൽ 1ാം സ്ഥാനത്തുള്ള നഗരമാണ് കോപ്പൻഹേഗൻ എന്ന് പറയുന്നത്. അതായത് 2025 ഗ്ലോബൽ ലിവബിലിറ്റി ഇൻഡെക്സ് അതിൽ 1ാം സ്ഥാനത്തുള്ള നഗരത്തിൻ്റെ പേരാണ് കോപ്പൻഹേഗൻ എന്ന് പറയുന്നത്.
2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് ആയിട്ട് സ്കൈ ട്രാക്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഖത്തർ എയർവേസിനെയാണ്. 2025 ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് ആയിട്ട് സ്കൈ ട്രാക്സ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഖത്തർ എയർവേസിനെയാണ്. 9ാം തവണയാണ് ഖത്തർ എയർവേസ് ഈ നേട്ടം സ്വന്തമാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ എയർലൈൻസ് ഏതാണ്? അത് സിംഗപ്പൂർ എയർലൈൻസ് ആണ് കേട്ടോ. അപ്പം ഖത്തർ എയർവേസ് ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈൻസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 1ാമത്തെ കമ്പനിയാണെങ്കിൽ സിംഗപ്പൂർ എയർലൈൻസ് 2ാമത്തെ കമ്പനിയാണ്. ഇനി വീണ്ടും അടുത്ത ഒരു ചോദ്യം ചെസ്സിനെ സംബന്ധിച്ചാണ്. ചെസ്സിൽ ഒരു ലോകകപ്പ് അല്ലേ, ചെസ്സിൽ വനിതാ ചെസ് ലോകകപ്പ് സ്വന്തമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം ആരാണ്? അവരുടെ പേരാണ് ദിവ്യ ദേശ്മുഖ് എന്ന് പറയും. മഹാരാഷ്ട്രയിലെ നാഗ്പൂർ സ്വദേശിയായ ദിവ്യ ദേശ്മുഖാണ് വനിതാ ചെസ് ലോകകപ്പ് സ്വന്തമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ താരം. ഇവരാരെയാണ് പരാജയപ്പെടുത്തിയത്? എങ്ങനെയാണ് കപ്പ് നേടിയത്? ഇന്ത്യയുടെ തന്നെ ഒരു കൊനേരു ഹംപി ഉണ്ടായിരുന്നു. ആ കൊനേരു ഹംപിയെ ട്രൈ ബ്രേക്കറിൽ കീഴടക്കിയാണ് ദിവ്യ ലോക ചെസ് കപ്പ് നേടിയത്. ഇതേപോലെ ഈ ലോകകപ്പ് നേട്ടത്തോടെ ഒരു പദവി കൂടി ആർക്ക് കിട്ടി? ദിവ്യയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്ക് കിട്ടിയ പദവിയുടെ പേരാണ് ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന പദവി. അങ്ങനെ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഇന്ത്യൻ താരമാണ് ഈ പറയുന്ന നമ്മുടെ ദിവ്യ? ആ ഗ്രാൻഡ് മാസ്റ്റർ പദവി ലഭിക്കുന്ന 4ാമത്തെ വനിതാ താരമാണ് ദിവ്യ. ആദ്യം കിട്ടിയത് കൊനേരു ഹംപിക്ക്, പിന്നെ വൈശാലി ദ്രോണവല്ലിക്ക്, പിന്നെ ഡി ഹരിക, അതിനുശേഷമാണ് ദിവ്യയ്ക്ക് വരുന്നത്. ഇനി അടുത്തത് എന്താണ്? ഒരു ഹൈക്കോടതിയുടെ വിധിയാണ്. കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയെക്കുറിച്ചുള്ളതാണ് അടുത്ത വാർത്ത. 2025 ജൂലൈയിൽ ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺകുട്ടികൾക്ക് തുല്യ അവകാശം ഉറപ്പിച്ച് വിധി പുറപ്പെടുവിച്ചത് നമ്മുടെ കേരള ഹൈക്കോടതിയാണ്. 2025 ജൂലൈയിൽ ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിൽ കേരളത്തിലും പെൺകുട്ടികൾക്ക് തുല്യാവകാശം ഉറപ്പിച്ച് വിധി പുറപ്പെടുവിച്ചത് കേരള ഹൈക്കോടതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത ജില്ല കോട്ടയമാണ്. കോട്ടയം ജില്ലയിലാണ് അതിദരിദ്രർ ഇല്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആദ്യത്തെ ജില്ല. 2025 രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത മലയാളിയാണ് സി സദാനന്ദൻ എന്ന് പറയും. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന 9ാമത്തെ മലയാളിയാണ് സി സദാനന്ദൻ. ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേരാണ് ശുഭാംശു ശുക്ല. അദ്ദേഹം 18 ദിവസങ്ങൾ ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കുകയുണ്ടായി. ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന 634ാമത്തെ വ്യക്തിയാണ് ശുഭാംശു ശുക്ല. അതേപോലെ ആദ്യത്തെ ഇന്ത്യക്കാരനുമാണ് ഇദ്ദേഹം. 288 തവണ ഭൂമിയെ ചുറ്റി സഞ്ചരിക്കുകയുണ്ടായി. ഒഡീഷയിലെ റൂർക്കേലയിൽ സ്ഥിതി ചെയ്യുന്ന ബിർസ മുണ്ട സ്റ്റേഡിയം ഏത് കായിക ഇനത്തിന് വേണ്ടി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണ് എന്നുള്ളതാണ് ചോദ്യം. ഹോക്കി എന്ന ഒരു കായിക വിനോദമുണ്ട്. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമായ ഹോക്കിക്ക് വേണ്ടിയിട്ട് മാത്രം നിർമ്മിതമായിരിക്കുന്ന ഒരു സ്റ്റേഡിയമാണ് ഒഡീഷയിലെ റൂർക്കേലയിൽ സ്ഥാപിതമായിട്ടുള്ള ബിർസ മുണ്ട സ്റ്റേഡിയം എന്ന് പറയുന്നത്. അടുത്തത് മേഘനാഥ് ദേശായി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വാർത്തയിൽ ഇടം പിടിച്ചത് എങ്ങനെയാണ്? അദ്ദേഹം വാർത്തയിൽ ഇടം പിടിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ഏതാണ്? 2025 ജൂലൈയിൽ ആണ് അദ്ദേഹം അന്തരിച്ചത്. സാമ്പത്തിക വിദഗ്ധനും എഴുത്തുകാരനുമൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് മറ്റൊരു പ്രത്യേകത എന്താണ്? ബ്രിട്ടീഷ് പ്രഭുസഭ, അതായത് ഹൗസ് ഓഫ് ലോർഡ്സ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രഭുസഭയിൽ അംഗമായ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ്റെ പേരാണ് മേഘനാഥ് ദേശായി എന്ന് പറയുന്നത്. 2025 ജൂലൈയിൽ നടന്ന ലോക സർവകലാശാല ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 20ാമതാണ്. 2025 ജൂലൈയിൽ നടന്ന ലോക സർവകലാശാല ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 20ആണ്. വിപണി മൂല്യത്തിൽ 4 ലക്ഷം കോടി ഡോളർ നേടുന്ന ആദ്യ കമ്പനിയുടെ പേരാണ് എൻവിഡിയ എന്ന് പറയും. വിപണി മൂല്യത്തിൽ 4 ലക്ഷം കോടി ഡോളർ നേടുന്ന ആദ്യ കമ്പനിയാണ് എൻവിഡിയ. കാലിഫോർണിയ ആസ്ഥാനമായുള്ള മൈക്രോചിപ്പ് നിർമ്മാണ കമ്പനി എൻവിഡിയ എന്ന് പറയുന്നത് അല്ലേ. കാലിഫോർണിയ ആസ്ഥാനമായുള്ള മൈക്രോചിപ്പ് നിർമ്മാണ കമ്പനിയുടെ പേരാണ് എൻവിഡിയ. വിപണി മൂല്യത്തിൽ 4 ലക്ഷം കോടി ഡോളർ നേടുന്ന ആദ്യ കമ്പനിയും എൻവിഡിയ ആണ്. 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ, റിയാദാണ് 2027 ഇ സ്പോർട്സ് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമായിട്ട് വരുന്നത്. 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിൻ്റെ ബ്രാൻഡ് അംബാസഡർ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഇ സ്പോർട്സ് ഗെയിംസ് എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് അധിഷ്ഠിതമായിട്ടുള്ള സ്പോർട്സ് ഗെയിംസ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ 2027 ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആര്? അത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ പേര് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോഓപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ പേരാണ് സാവിത്രിഭായ് ഭൂലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോഓപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിൻ്റെ പുതിയ പേരാണ്
സാവിത്രിഭായ് ഭൂലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് എന്നത്. യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എൽബ്രൂസ് കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുടെ പേരാണ് തേഗ് ബീർ സിംഗ് എന്ന് പറയും, അല്ലേ? തേജ് ബീർ സിംഗ് ആണ്. ഏതാണ് യൂറോപ്യൻ ഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് കിട്ടി മൗണ്ട് എൽബ്രൂസ് ആണ്. അത് കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? അതൊരു ഇന്ത്യക്കാരനായ പഞ്ചാബിയാണ്. അദ്ദേഹത്തിൻ്റെ പേര് തേജ് ബീർ സിംഗ് എന്നാണ് കേട്ടോ. പഞ്ചാബിലെ റോപ്പർ സ്വദേശിയായ തേജ് ബീർ സിംഗിന് 6 വയസ്സും 9 മാസവുമാണ് പ്രായം. 6 വയസ്സും 9 മാസവും മാത്രം പ്രായമുള്ള പഞ്ചാബുകാരനായ തേജ് ബീർ സിംഗ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളിൽ ഒന്ന് എന്ന് കണക്കാക്കപ്പെടുന്ന യൂറോപ്പിലെ മൗണ്ട് എൽബ്രൂസ് കീഴടക്കിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി എന്ന് പറയുന്നത്. ചൈനയിലും അമേരിക്കയിലും അതിവേഗം വ്യാപിച്ച കോവിഡിൻ്റെ പുതിയ വകഭേദത്തിൻ്റെ പേരാണ് NB1.8.1. അതായത് NB181 എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് കോവിഡിൻ്റെ ഒരു പുതിയ വകഭേദമാണ്. ഇത് അമേരിക്കയിലും ചൈനയിലും അതിവേഗം വ്യാപിച്ച കോവിഡിൻ്റെ പുതിയ ഒരു വകഭേദമാണ്. അടുത്ത ചോദ്യം ഇതാണ്, ഇത് നിംബസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിംബസ് എന്ന പേരിലും അറിയപ്പെടുന്ന ഒരു വകഭേദമാണ് അമേരിക്കയിലും ചൈനയിലും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കോവിഡിൻ്റെ പുതിയ വകഭേദം. ഇനി 2025 ജൂലൈയിൽ രാജിവെച്ച ഉപരാഷ്ട്രപതിയുടെ പേരാണ് ജഗദീപ് ധൻഖർ എന്ന് പറയും കേട്ടോ. 2025 ജൂലൈയിൽ രാജിവെച്ച ഉപരാഷ്ട്രപതിയുടെ പേരാണ് ജഗദീപ് ധൻഖർ. ഇദ്ദേഹം ഇന്ത്യയുടെ 14ാമത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഇന്ത്യയുടെ 14ാമത്തെ വൈസ് പ്രസിഡൻ്റാണ് ജഗദീപ് ധൻഖർ. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 67A പ്രകാരമാണ് രാഷ്ട്രപതിയല്ല വൈസ് പ്രസിഡന്റ് രാഷ്ട്രപതിക്ക് രാജിക്കത്ത് സമർപ്പിക്കുന്നത്. ഇനി വീണ്ടും ഒരു ചോദ്യം വന്നിരിക്കുകയാണ്, സുസ്ഥിര വികസനത്തിന് റിപ്പോർട്ട് റാങ്കിങ്, അല്ലേ? 2025 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലൻഡ് എന്ന് പറയും. സുസ്ഥിര വികസന റിപ്പോർട്ട് റാങ്കിങ് 2025 1ാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഫിൻലൻഡ്. 2ാം സ്ഥാനം സ്വീഡൻ, 3ാം സ്ഥാനം ഡെൻമാർക്ക്, ഇന്ത്യയുടെ സ്ഥാനം 99. നമ്മൾ കാര്യം പറഞ്ഞു, ഈ പറയുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ നോർവേ, സ്വീഡൻ, ഫിൻലൻഡ്, ഡെൻമാർക്ക് ഇവയിലൊക്കെ ജനസംഖ്യ വളരെ കുറവാണ്. അത്രയും കുറച്ച് ആൾക്കാർക്ക് മാത്രമേ എല്ലാ കാര്യങ്ങളും കൊടുത്താൽ മതി. എന്നാൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ പോലുള്ള രാജ്യത്ത് എത്രയാണ് 149 കോടി ജനങ്ങൾക്ക് ഇതെല്ലാം കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പിന്നിൽ പോകുന്നത്. 2029 വേൾഡ് പോലീസ് ഫയർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്, അഹമ്മദാബാദാണ്. 2029 വേൾഡ് പോലീസ് ആൻഡ് ഫയർ ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. അടുത്ത ഒരു ചോദ്യമാണ് സർപ്പപാഠം പദ്ധതി. എന്താണ് സർപ്പപാഠം പദ്ധതി? പാമ്പ് കടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സർപ്പപാഠം പദ്ധതി എന്ന് പറയും. പാമ്പ് കടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമിട്ടുകൊണ്ട് സ്കൂളുകളിൽ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സർപ്പപാഠം പദ്ധതി എന്ന് പറയും. 2025 ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 2025 ഏഷ്യൻ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് വേദി ന്യൂഡൽഹിയാണ്. വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരത്തെ വെള്ളയമ്പലത്താണ്. വാട്ടർ അതോറിറ്റിയുടെ 110 വർഷത്തെ ചരിത്രം പങ്കുവയ്ക്കുന്നതിനായി വാട്ടർ മ്യൂസിയം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വെള്ളയമ്പലത്താണ്. 2025 ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115ആണ്. 2025 ലോക സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 115. 1ാം സ്ഥാനത്തുള്ളത് ഐസ്ലാൻഡാണ്. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി രാജസ്ഥാനാണ്. 2025 ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൻ്റെ വേദി രാജസ്ഥാനാണ്. 2025 നവംബറിൽ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത്. 2025 നവംബറിലാണ് രാജസ്ഥാനിൽ ജയ്പൂരിൽ ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് നടന്നത്. ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലിൻ്റെ പേരാണ് INS തമാൽ. അപ്പോൾ ഇന്ത്യൻ നാവികസേന ഈയിടെ കമ്മീഷൻ ചെയ്ത റഷ്യൻ നിർമ്മിത യുദ്ധക്കപ്പലിൻ്റെ പേരാണ് INS തമാൽ. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന AI സംവിധാനത്തിൻ്റെ പേരാണ് ശുചിത്വ ഐ എന്ന് പറയുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന AI സംവിധാനമാണ് ശുചിത്വ ഐ. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയുടെ പേരാണ് ലഫ്റ്റനൻ്റാണ് ആസ്ത പൂനിയ എന്ന് പറയും. നാവികസേനയിലെ യുദ്ധവിമാനങ്ങൾ പറത്തുന്ന ആദ്യ വനിതയാണ് ലഫ്റ്റനൻ്റ് ആസ്ത പൂനിയ. സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി എന്നത്. സമ്പൂർണ്ണ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്താൻ തീരുമാനിച്ച പാലക്കാട് ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി. അപ്പോൾ ഹരിത ഡെസ്റ്റിനേഷൻ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത് നെല്ലിയാമ്പതിയാണ്.
ഇന്ത്യയുടെ എത്രാമത്തെ സെൻസസ് ആണ് 2027 നടത്താൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ഇറക്കിയത്? 16ാമത് സെൻസസ് ആണ് കേട്ടോ, 16ാമത്. ഇന്ത്യയുടെ 16ാമത് സെൻസസ് 2027 നടത്താനായിട്ട് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. വിവരശേഖരണം 2 ഘട്ടമായിട്ടാണ് നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ 16ാമത് സെൻസസ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് 2026 ഒക്ടോബർ 1 മുതലാണ്. ഇന്ത്യയുടെ 16ാം സെൻസസ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് 2026 ഒക്ടോബർ 1 മുതലാണ്. ലഡാക്ക്, ജമ്മു കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലെയും മഞ്ഞുവീഴ്ച മേഖലകളിലാണ് 2026 ഒക്ടോബറിൽ ആരംഭിക്കുന്നത്. മറ്റ് ഇടങ്ങളിലെല്ലാം മാർച്ച് 1 മുതലാവും സെൻസസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 2027 മാർച്ച് 1 മുതലാവും സെൻസസ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. രാജ്യത്ത് 10 വർഷം കൂടുമ്പോൾ നടക്കേണ്ട സെൻസസ് അവസാനമായിട്ട് നടന്നത് 2011 സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ ജാതി സെൻസസ് ആരംഭിക്കുന്നത് 2026 ഒക്ടോബർ 1 മുതലാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ജാതി സെൻസസ് ആരംഭിക്കുന്നത് 2026 ഒക്ടോബർ 1 മുതലാണ്. ജാതി സെൻസസ് ഇന്ത്യയിൽ അവസാനമായിട്ട് നടന്നത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ്. 1931 ജാതി സെൻസസ് അവസാനമായിട്ട് നടന്നത്. ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് ജൂലൈ 11. 2025 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയമാണ് എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദൈ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് പവർഫുൾ വേൾഡ്. 2025 ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ പ്രമേയമാണ് എംപവറിംഗ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ദൈ വാണ്ട് ഇൻ എ ഫെയർ ആൻഡ് എ ഹോപ്പ്ഫുൾ വേൾഡ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ എത്രാമത് വാർഷിക സമ്മേളനമാണ് 2025 നടക്കുന്നത് എന്നുള്ളതാണ്. 113ാമത് സമ്മേളനമാണ് 2025 നടത്തപ്പെടുന്നത്. സംഘടനയുടെ ആസ്ഥാനമായ സ്വിറ്റ്സർലൻഡിലാണ് ഇത്തവണ സമ്മേളനം നടത്തപ്പെടുന്നത്. പട്ടികവർഗ വിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഗോത്ര ജീവിക. പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് തൊഴിലും ജീവനോപാധിയും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ഗോത്ര ജീവിക. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജ്യോതി. കുടിയേറ്റ തൊഴിലാളികളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജ്യോതി. സംസ്ഥാനത്തെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന് ഗോത്ര പരിജ്ഞാനം പര്യവേക്ഷണം ചെയ്യുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഗോത്രഭേരി. അതായത് മാൻ ആനിമൽ സ്ട്രഗിൾ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കാട്ടിൽ ജീവിക്കുന്ന ഗോത്ര വിഭാഗങ്ങളുടെ ഒരു എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും തേടിക്കൊണ്ട് ആരംഭിച്ചൊരു പദ്ധതിയുടെ പേരാണ് ഗോത്രഭേരി എന്നാണ് പേര്. സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ പേരാണ് AK ശശീന്ദ്രൻ. സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രിയുടെ പേരാണ് AK ശശീന്ദ്രൻ. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് നെതർലൻഡിലെ ഹേഗ് ആണ്. 2025 നാറ്റോ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് നെതർലൻഡ്സിലെ ഹേഗ് ആണ്. നിലവിൽ സെക്രട്ടറി ജനറലായി പ്രവർത്തിക്കുന്ന ആളുടെ പേരാണ് മാർക്ക് റൂട്ട് എന്ന് പറയും. നിലവിൽ സെക്രട്ടറി ജനറലായി പ്രവർത്തിക്കുന്നത് മാർക്ക് റൂട്ടയാണ്. നാറ്റോ രൂപീകൃതമായത് 1949 ഏപ്രിൽ 4 നാറ്റോ രൂപീകൃതമായത്. അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ച IITയുടെ പേരാണ് IIT ഗുവാഹത്തി. അതിർത്തി നിരീക്ഷണത്തിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ വികസിപ്പിച്ച IITയുടെ പേരാണ് IIT ഗുവാഹത്തി എന്ന് പറയുന്നത്. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടലിൻ്റെ പേരാണ് എൻ്റെ ഭൂമി എന്നത്. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച വെബ് പോർട്ടലിൻ്റെ പേരാണ് എൻ്റെ ഭൂമി. ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സിൻ്റെ സ്പെഷ്യൽ ഫോഴ്സും തമ്മിലുള്ള ആദ്യത്തെ സംയുക്ത സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ടൈഗർ ക്ലോ 2025 എന്ന് പറയുന്നത്. ഇത് നടത്തപ്പെടുന്നത് ഉത്തർപ്രദേശിൽ വെച്ചിട്ടാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ഗരുഡ് സ്പെഷ്യൽ ഫോഴ്സും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് സ്പെഷ്യലും തമ്മിൽ നടത്തപ്പെടുന്ന സംയുക്ത സൈനിക അഭ്യാസം, അമേരിക്കയുടെയും ഇന്ത്യയുടെയും എയർഫോഴ്സുകൾ തമ്മിൽ നടത്തപ്പെടുന്ന സൈനിക അഭ്യാസത്തിൻ്റെ പേരാണ് ടൈഗർ ക്ലോ 2025 എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് 2025 സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സൂചിക എത്രയാണ്? 99. പതിവ് പോലെ തന്നെ നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ഫിൻലൻഡ്, സ്വീഡൻ, ഡെൻമാർക്ക്. ആ രാജ്യങ്ങൾ നമ്മൾ വിളിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. അവരാണ് 1ാം സ്ഥാനത്തുള്ളത്.
ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് എന്ന നഗരത്തിന് പുതിയ പേര് സിന്ദൂർപുരം എന്നാണ്. സിന്ദൂർപുരം. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഫത്തേഹാബാദ് നഗരത്തിൻ്റെ പുതിയ പേരാണ് സിന്ദൂർപൂർ എന്ന് പറയുന്നത്. അതേപോലെ ബാദ്ഷാഹി ബാഗ് നഗരത്തിൻ്റെ പേര് ബ്രഹ്മപുരം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ബാദ്ഷാഹി ബാഗ് നഗരത്തിൻ്റെ പേര് ബ്രഹ്മപുരം എന്നാക്കി മാറ്റി. സൽഖാൻ ഫോസിൽസ് പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലാണ് സൽഖാൻ ഫോസിൽസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. 2025 ജൂണിൽ യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റുകളുടെ താൽക്കാലിക പട്ടികയിൽ ഉത്തർപ്രദേശിലെ സൽഖാൻ ഫോസിൽസ് പാർക്ക് ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് ലോക പൈതൃക സൈറ്റുകളിൽ ഉൾപ്പെടുവാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഇന്ത്യയിലൊരു പൗരാണിക പ്രദേശത്തിൻ്റെ പേരാണ് സൽഖാൻ ഫോസിൽസ് പാർക്ക് എന്ന് പറയുന്നത്. അടുത്ത വീണ്ടും ഒരു പുതിയ രക്തഗ്രൂപ്പ് കണ്ടെത്തിയതിനെക്കുറിച്ചാണ് കേട്ടോ. ഈ അടുത്തിടെ ഫ്രഞ്ച് ശാസ്ത്രജ്ഞർ കരീബിയൻ ദ്വീപായ ഗ്വാഡലൂപ്പിൽ ഒരു യുവതിയിൽ ഒരു പുതിയ രക്തഗ്രൂപ്പ് കണ്ടെത്തി. ആ രക്തഗ്രൂപ്പിൻ്റെ പേരാണ് ഗ്വാഡ നെഗറ്റീവ് എന്ന് പറയും. EMM നെഗറ്റീവ് എന്നാണ് അത് അറിയപ്പെടുന്നത്. ഗ്വാഡ നെഗറ്റീവ് അല്ലെങ്കിൽ EMM നെഗറ്റീവ് എന്ന് പറയും. കേരളത്തിൽ വാർഡ് വിഭജനത്തിന് ഉപയോഗിച്ച ആപ്പിൻ്റെ പേരായിരുന്നു ക്യൂ ഫീൽഡ് എന്നാണ്. കേരളത്തിൽ വാർഡ് വിഭജനത്തിന് ഉപയോഗിച്ച ആപ്പിൻ്റെ പേര് ക്യൂ ഫീൽഡ് എന്നായിരുന്നു. സഹകരണ സംഘത്തിൻ്റെ രാജ്യത്തെ ആദ്യ ഓൺലൈൻ ടാക്സിയുടെ പേരാണ് സഹകാർ ടാക്സി എന്ന് പറയും. സഹകരണ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ആദ്യത്തെ ഓൺലൈൻ ടാക്സി സംവിധാനമാണ് സഹകാർ ടാക്സി. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്ന സ്ഥലമാണ് വിജ്ഞാൻ ഭവൻ. അത് ഡൽഹിയിലാണ്. ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷം നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് വിജ്ഞാൻ ഭവൻ എന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കിൻ്റെ പേരാണ് പുത്തൂർ പാർക്ക് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന സുവോളജിക്കൽ പാർക്കാണ് പുത്തൂർ എന്ന് പറയുന്നത്. കേരളത്തിൽ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്ക്, മറിച്ച് വിൽപ്പന ഇതൊക്കെ തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ പേരാണ് സുജലം സുലഭം പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിലെ ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിലെ അമിത നിരക്കും മറിച്ച് വിൽപ്പനയും തടയാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയുടെ പേരാണ് സുജലം സുലഭം പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഷഹീബാബാദാണ്. ഉത്തർപ്രദേശിലെ ഷഹീബാബാദാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഡാറ്റാ സെൻറ്റർ നിലവിൽ വരുന്നത് ഷഹീബാബാദാണ്. അത് ഉത്തർപ്രദേശിലാണ്. അഴിമതി വിരുദ്ധ സ്ഥാപനമായ ലോക്പാലിൻ്റെ പുതിയ മുദ്രാവാക്യത്തിൻ്റെ പേരാണ് പൗരന്മാരെ ശാക്തീകരിക്കുക, അഴിമതി തുറന്നു കാട്ടുക എന്നത്. അഴിമതി വിരുദ്ധ സ്ഥാപനമായ ലോക്പാലിൻ്റെ പുതിയ മുദ്രാവാക്യമാണ് പൗരന്മാരെ ശാക്തീകരിക്കുക, അഴിമതി തുറന്നു കാട്ടുക. ലോക്പാലിൻ്റെ ചെയർമാൻ്റെ പേരാണ് AM ഖാൻവിൽക്കർ. ലോക്പാലിൻ്റെ ചെയർമാനാണ് AM ഖാൻവിൽക്കർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചോദ്യം തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനിയാണ് NVIDIA. ചിപ്പുകളാണ് ഇത് നിർമ്മിക്കുന്നത്. ആപ്പിളിനെയും മൈക്രോസോഫ്റ്റിനെയും എല്ലാം മറികടന്നാണ് AI ചിപ്പ് കമ്പനിയായ NVIDIA ഈ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ MIG മെഗിൻ്റെ മേധാവിയായി നിയമിതയായ വനിതയുടെ പേരാണ് ബ്ലൈസ് മെട്രാവലി എന്ന് പറയും. ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ സംഘടനയായ MIGയുടെ മേധാവിയായി നിയമിതയായ വനിതയുടെ പേരാണ് ബ്ലൈസ് മെട്രാവലി. ഇവർ സംഘടനയുടെ 18ാമത് മേധാവിയാണ്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ രാജ്യമാണ് ബീഹാർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി മൊബൈൽ അധിഷ്ഠിത വോട്ടിംഗ് സംവിധാനം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ അന്ധയായ വനിതാ അഭിഭാഷകരുടെ പേരാണ് അഞ്ചൽ ഭതേജ എന്ന് പറയും. ഇന്ത്യയുടെ സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുന്ന ആദ്യത്തെ അന്ധയായ വനിതാ അഭിഭാഷക അവരാണ് അഞ്ചൽ ഭതേജ എന്ന് പറയുന്നത്. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിൻ്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യ രാജ്യമാണ് ഭൂട്ടാൻ. ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ ദേശീയ ടൂറിസം നയത്തിൻ്റെ ഭാഗമാക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഭൂട്ടാനാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പഞ്ചായത്താണ് പാറളം ഗ്രാമപഞ്ചായത്ത്. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ തെരുവ് വിളക്ക് പഞ്ചായത്താണ് പാറളം ഗ്രാമപഞ്ചായത്ത്. ഇത് തൃശ്ശൂർ ജില്ലയിലാണ്. ആഗോള സമാധാന സൂചിക 2025 ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഐസ്ലൻഡാണ്. ആഗോള സമാധാന സൂചിക ഗ്ലോബൽ പീസ് ഇൻഡെക്സ് 2025 ഫസ്റ്റ് ഐസ്ലാൻഡ്, സെക്കൻഡ് അയർലൻഡ്, തേർഡ് ന്യൂസിലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം 115ആണ്. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതിക്കായി പ്രത്യേക പുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം. രാജ്യത്ത് ആദ്യമായി സ്കൂൾ തലത്തിൽ കേൾവി പരിമിതിയുള്ളവർക്കായിട്ട് പുസ്തകം തയ്യാറാക്കിയ സംസ്ഥാനമാണ് കേരളം.
സമുദ്രനിരപ്പ് ഉയരുന്നതനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പസഫിക് രാജ്യത്തിൻ്റെ പേരാണ് ടുവാലു എന്ന് പറയുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന പസഫിക് ദ്വീപ് രാജ്യമാണ് ടുവാലു. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത നഗരസഭ ഷൊർണൂരാണ്. പാലക്കാടാണ്. ജില്ല എന്ന് പറയുന്നത് ഏതാണ്? കണ്ണൂരാണ്. കേരളത്തിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. നഗരസഭ എന്ന് പറയുന്നത് എവിടെയാണ്? ഷൊർണൂരുമാണ്. ദേശീയ മഞ്ഞൾ ബോർഡിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് നിസാമാബാദ്, തെലങ്കാനയാണ്. തെലങ്കാനയിലെ നിസാമാബാദിലാണ് ദേശീയ മഞ്ഞൾ ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്നത് നാഷണൽ ഹൈവേ ആണ്. എവിടെയാണ്? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ആണ്. എവിടെ? ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. രാജസ്ഥാനിലെ രന്തംബോർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ബഫർ മേഖലയിലൂടെയാണ് ഈ ഇടനാഴി കടന്നു പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി മേൽപ്പാലം ഇടനാഴി നിലവിൽ വന്ന നാഷണൽ ഹൈവേ ആണ് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ. ഇത് രാജസ്ഥാനിലെ രന്തംബോർ കടുവ സംരക്ഷണ കേന്ദ്രത്തിൻ്റെ ബഫർ മേഖലയിലൂടെയാണ് ഇടനാഴി കടന്നു പോകുന്നത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തിലെ ആദ്യ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യമാണ് ചൈനയാണ്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോബോട്ടുകളുടെ ലോകത്തിലെ ആദ്യ ഫുട്ബോൾ മത്സരം നടത്തിയ രാജ്യം ചൈനയാണ്. കേരളത്തിലെ പോലീസ് മേധാവിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് റവത ചന്ദ്രശേഖർ. അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. കേരളത്തിലെ പുതിയ DGPയുടെ പേരാണ് റവത ചന്ദ്രശേഖർ. കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ക്ഷേത്രമാണ് തളിയിലെ ശിവക്ഷേത്രം. തളിയിൽ ശിവക്ഷേത്രമാണ് കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് സമീപമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ 32 തളിക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഓങ്ങല്ലൂർ തളിക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിലെ 32 തളിക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഓങ്ങല്ലൂർ തളിക്ഷേത്രം. അതിൽ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്ക് സമീപമുള്ള തളിക്ഷേത്രമാണ് ഇവിടെ കേന്ദ്ര സർക്കാർ ദേശീയ പ്രാധാന്യമുള്ള സംരക്ഷിത സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 വയസ്സിൽ നിന്നും 21 വയസ്സാക്കി ഉയർത്തിയ സംസ്ഥാനമാണ് കർണാടക. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിനുള്ള നിയമപരമായ പ്രായം 18 നിന്നും 21 ഉയർത്തിയ സംസ്ഥാനം കർണാടകയാണ്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഈ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് ഡെൻമാർക്കാണ്. ലോകത്തിലെ ആദ്യത്തെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ഈ മെഥനോൾ പ്ലാന്റ് നിലവിൽ വന്നത് ഡെൻമാർക്കിലാണ്. ബാംഗ്ലൂരിലെ ചാണക്യ സർവകലാശാലയുടെ പ്രിൻസിപ്പളായി നിയമിതനായ ചാൻസലറായി നിയമിതനായ ISROയുടെ മുൻ ചെയർമാനാണ് S. സോമനാഥ്. ബാംഗ്ലൂരിലെ ചാണക്യ സർവകലാശാലയുടെ ചാൻസലറായി നിയമിതനായ മുൻ ISRO ചെയർമാൻ്റെ പേരാണ് S. സോമനാഥ്. ആദായം നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് ഒമാൻ മാറിയിരിക്കുകയാണ്. ആദായ നികുതി ഈടാക്കുന്ന ആദ്യത്തെ ഗൾഫ് രാജ്യമാണ് ഒമാൻ. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി കുറിക്കുന്ന പ്രഥമ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത് സ്മൃതി മന്ദനയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ 3 ഫോർമാറ്റിലും സെഞ്ചുറി കുറിക്കുന്ന പ്രഥമ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടം കരസ്ഥമാക്കിയത് സ്മൃതി മന്ദനയാണ്. അടുത്തിടെ സംസ്ഥാന ഉരകമായി പ്രഖ്യാപിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട ജീവിയുടെ പേരാണ് ചേരയാണ്. ചേരയെ സംസ്ഥാന ഉരകമായിട്ട് പ്രഖ്യാപിക്കണമെന്നുള്ള നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് റെയിൽ 1 എന്ന ആപ്പാണ്. റെയിൽവേയുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഏകോപിപ്പിച്ച് പുറത്തിറക്കിയ ആപ്പ്. ഇന്ത്യയിലെ ആദ്യത്തെ യോഗാ നയം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ യോഗാ നയം ആരംഭിച്ച സംസ്ഥാനമെന്ന് പറയുന്നത്. ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ നൽകാനായി കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് മൗസം. മൗസം കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ ആപ്പാണ്. ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥാ സൂചനകൾ നൽകാനായി ആണ് ഇത് പുറത്തിറക്കിയിരിക്കുന്നത്. 2024 അന്താരാഷ്ട്ര സഹകരണ സമ്മേളനം നടന്നത് ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. പാമ്പ് കടി മൂലമുണ്ടാകുന്ന അത്യാഹിതങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സ്കൂളുകളിൽ വനം വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് സർപ്പപാഠം പദ്ധതി. നമ്മൾ പഠിച്ചതാണ്. 2025 മുതൽ 2035 വരെയുള്ള കാലയളവ് ജലവൈദ്യുത ദശകമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. ജലവൈദ്യുതി ദശകമായി 2025 മുതൽ 35 വരെ പ്രഖ്യാപിച്ച സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. 2025 നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ്. 2025 നടക്കുന്ന ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ദക്ഷിണ കൊറിയയിലെ ഗുമി ആണ്. 4ാം സെമസ്റ്റർ ബിരുദ മലയാള ഭാഷാ സാഹിത്യ കോഴ്സിൻ്റെ സിലബസിൽ മലയാളം റാപ്പ് ഗാനം ഉൾപ്പെടുത്തിയ സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല. കാലിക്കറ്റ് സർവകലാശാലയാണ് മലയാളം റാപ്പ് ഗാനം സാഹിത്യ കോഴ്സിൻ്റെ
ആ ഒരു സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. BA മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ എഴുതിയ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ BA മലയാളം 4ാം സെമസ്റ്റർ പാഠപുസ്തകത്തിലാണ് ഹിരൺദാസ് മുരളി എന്ന വേടൻ എഴുതിയ ഞാൻ വാഴുന്നിടം എന്ന പാട്ട് ഉൾപ്പെടുത്തിയത്. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യത്തെ രാജ്യമാണ് സുരിനാം. മലേറിയ മുക്തമായി പ്രഖ്യാപിക്കപ്പെട്ട ആമസോൺ മേഖലയിലെ ആദ്യ രാജ്യമാണ് സുരിനാം. സിക്കിം എന്ന സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ. സിക്കിം എന്ന സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ ഏറ്റവും പുതിയ ജെൻഡർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 131 ജെൻഡർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 16 വർഷമായിട്ട് ഐസ്ലൻഡ് മുന്നിലുണ്ട്. നോർവേ, UK, ന്യൂസിലൻഡ് എന്നിവയാണ് പിന്നിലുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 131. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ 2025 ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. വേൾഡ് എക്കണോമിക് ഫോറം പുറത്തിറക്കിയ 2025 ആഗോള ഊർജ്ജ പരിവർത്തന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 71. 118 രാജ്യങ്ങളുടെ പട്ടികയിൽ സ്വീഡൻ 1ാമതും ഫിൻലൻഡ്, ഡെൻമാർക്ക്, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവ പിന്നിലുമാണ്. അടുത്തിടെ അന്തരിച്ച വനമുനി എന്ന് വിളിക്കുന്ന പ്രശസ്ത വന്യജീവി സംരക്ഷകനും എഴുത്തുകാരനുമായ വ്യക്തിയുടെ പേരാണ് മാരുതി ചിറ്റമ്പള്ളി. മാരുതി ചിറ്റമ്പള്ളിയാണ് വനമുനി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തി. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരാണ് സല്ലാപം. വയോജനങ്ങളുടെ ഏകാന്തത അകറ്റുവാൻ സർക്കാർ തയ്യാറാക്കുന്ന പദ്ധതിയുടെ പേരാണ് സല്ലാപം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയറുടെ പേരാണ് ഡോക്ടർ G. മാധവി ലത. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലത്തിൻ്റെ മുഖ്യ എഞ്ചിനീയറാണ് ഡോക്ടർ G. മാധവി ലത. അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിൻ്റെ പേരാണ് 50+ എന്നത്. അയൽക്കൂട്ടം അംഗങ്ങളുടെ എണ്ണം 50 ലക്ഷത്തിലെത്തിക്കാൻ ലക്ഷ്യമിടുന്ന കുടുംബശ്രീ ക്യാമ്പയിനാണ് 50+ എന്നത്. 26 വർഷത്തിന് ശേഷം ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിക്കുന്ന മലയാളിയുടെ പേരാണ് കാസർഗോഡ് ജില്ലക്കാരിയായ മാളവിക. 26 വർഷത്തിന് ശേഷം ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം പിടിക്കുന്ന മലയാളിയാണ് P. മാളവിക. കേരളത്തിലെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. കേരളത്തിലെ എല്ലാ രക്തബാങ്കുകളിൽ നിന്നും വിവരങ്ങൾ നൽകുന്ന കേന്ദ്രീകൃത സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോമാണ് ജീവധാര. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയുവാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക് എന്നത്. മൊബൈൽ ഫോണിലൂടെ കോടതി വ്യവഹാരങ്ങൾ അറിയുവാൻ 2025 ജൂണിൽ പുറത്തിറക്കിയ ആപ്പാണ് കോർട്ട് ക്ലിക്ക് എന്നത്. 2025 പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയ വ്യക്തിയുടെ പേരാണ് നീരജ് ചോപ്ര. 2025 പാരീസ് ഡയമണ്ട് ലീഗ് ജാവലിൻ ത്രോയിൽ സ്വർണം നേടിയത് നീരജ് ചോപ്രയാണ്. 2025 ജൂൺ 25 വിക്ഷേപിച്ച ആക്ലിയം 4 ദൗത്യത്തിൽ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? ആക്ലിയം 4 എന്ന ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് USA, ഇന്ത്യ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങളാണ് ആക്സിയം 4 എന്ന ദൗത്യത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്ത ഒരു ചോദ്യം ഇതാണ്. കണ്ണൂരിലെ നവപുരം മതാതീത ദേവാലയം എന്ന് പറയുന്നു. മതാതീത ദേവാലയം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ്. ഇവിടെ ആരാധിക്കുന്നത് പുസ്തകത്തെയാണ്. പുസ്തകത്തെ ആരാധിക്കുന്ന ഒരു ദേവാലയമാണ് നവപുരം മതാതീത ദേവാലയം. ഇത് കണ്ണൂരിലാണ്. ഡച്ചിങ്ങാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ് ഡച്ചിങ്ങാം ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കോമൺവെൽത്തിൻ്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിതയുടെ പേരാണ് ഷേർലി ബോച്ച്വേ. കോമൺവെൽത്തിൻ്റെ സെക്രട്ടറി ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷേർലി ബോച്ച്വേ. ഘാന സ്വദേശിയാണ് ഷേർലി ബോച്ച്വേ. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മുക്കാരിയോസ് 3rd ബഹുമതി നൽകിയ രാജ്യമാണ് സൈപ്രസ്. അടുത്തിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദ ഓർഡർ ഓഫ് മക്കാരിയോസ് 3rd എന്ന ബഹുമതി നൽകിയ രാജ്യമാണ് സൈപ്രസ്. നരേന്ദ്രമോദിയാണ് നിലവിൽ ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളുടെ ബഹുമതി നേടിയിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി. ഇതുവരെയുള്ള എല്ലാ ഫിഫ ലോകകപ്പിലും യോഗ്യത നേടിയ ടീം ബ്രസീലാണ്. ലോകത്തിൻ്റെ ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് 2025 സംഘടിപ്പിച്ചത് അബുദാബിയിലാണ്.
ലോകത്തിൻ്റെ ഫ്യൂച്ചർ എനർജി സമ്മിറ്റ് സംഘടിപ്പിച്ചത് അബുദാബിയിലാണ്. ഈ അടുത്ത കാലത്ത് ചോളച്ചേര പാണ്ഡ്യന്മാരിലെ പാണ്ഡ്യ കാലഘട്ടത്തിൽ 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയിട്ടുണ്ട്. 800 വർഷം പഴക്കമുള്ള ശിവക്ഷേത്രം കണ്ടെത്തിയ ഗ്രാമത്തിൻ്റെ പേരാണ് ഉടുമ്പട്ടി എന്നാണ് പറയുന്നത്. ഉടുമ്പട്ടി 800 വർഷം പഴക്കമുള്ള ഒരു ശിവക്ഷേത്രം കണ്ടെത്തിയ ഗ്രാമമാണ് ഉടുമ്പട്ടി. 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ വിത്തൂട്ട് എന്ന നൂതന വനവൽക്കരണ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. 2025 ലോക പരിസ്ഥിതി ദിനത്തിൽ വിത്തൂട്ട് എന്ന നൂതന വനവൽക്കരണ പദ്ധതി ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം. സൂര്യൻ്റെ ദക്ഷിണ ധ്രുവത്തിൻ്റെ ഇതുവരെ എടുത്തതിൽ വെച്ച് ഏറ്റവും വ്യക്തമായ ചിത്രം പകർത്തിയത് സോളാർ ഓർബിറ്റൽ പേടകമാണ്. ഇത് നാസയുടെയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ഒരു സംയുക്ത ദൗത്യമാണ്. സൂര്യൻ്റെ ദക്ഷിണ ധ്രുവത്തിൻ്റെ ഇതുവരെ എടുത്തതിൽ വ്യക്തമായ ചിത്രം പകർത്തിയത് സോളാർ ഓർബിറ്റൽ പേടകമാണ്. 2025 നടക്കുന്ന രണ്ടാമത് ഇ സ്പോർട്സ് ലോകകപ്പിൻ്റെ വേദിയാണ് റിയാദ്. ഇതിൻ്റെ അംബാസഡർ ആരാണ്? ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. യൂബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം നിലവിൽ വന്നത് ദാൽ തടാകത്തിലാണ്. യൂബർ എന്ന് പറയുന്നൊരു ടാക്സി സർവീസ് നമുക്കറിയാം. യൂബറിൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ ജലഗതാഗത സേവനം നിലവിൽ വന്നത് ദാൽ തടാകമാണ്. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് പഴശ്ശിരാജ കോളേജ് വയനാട്ടിലാണ്. വയനാട്ടിലെ പഴശ്ശിരാജ കോളേജിലാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ചേർന്ന് ഡോപ്ലർ വെതർ റഡാർ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യത്തെ ലിക്വിഡ് മിറർ ടെലസ്കോപ്പ് സ്ഥാപിച്ച സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. വനിതാ ചെസ് ലോകകപ്പ് സ്വന്തമാകുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് ദിവ്യ ദേശ്മുഖാണ്. മഹാരാഷ്ട്ര സ്വദേശിയാണ്. കൊനേരു ഹംപുവിനെ, ഇന്ത്യയുടെ തന്നെ കൊനേരു ഹംപിനെ പരാജയപ്പെടുത്തിയാണ് ഈ ദിവ്യ ചെസ് ലോകകപ്പ് നേടിയിരിക്കുന്നത്. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന 4ാമത്തെ വനിതയാണ് ദിവ്യ. 2025 ജൂലൈയിൽ ഹിന്ദു കുടുംബങ്ങളിലെ പൂർവിക സ്വത്തിലും കേരളത്തിലെ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം ഉറപ്പിച്ച് കേരള ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ടായി. ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത ജില്ല കോട്ടയമാണ്. അതേപോലെ തന്നെ നമ്മൾ നോക്കിയാൽ ഇന്ത്യയിലെ ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത ജില്ല കോട്ടയമാണ്. അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഷൊർണൂരാണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ കണ്ണൂരുമാണ് എന്ന് നമ്മൾ കുറച്ചു മുമ്പ് നോക്കിയതാണ്. തുടർന്ന് വന്നിരിക്കുന്ന വാർത്തകളൊക്കെ ഏറെക്കുറെ നമ്മൾ ഒന്ന് പഠിച്ചു പോയ വാർത്തകളൊക്കെ തന്നെയാണ് കേട്ടോ. അടുത്ത ചോദ്യം ഇതാണ്: കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനമേതാണ്? കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ച സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരു എന്ന് പറയുന്നത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂരുവാണ് കരളിലെ ക്യാൻസർ കണ്ടെത്താൻ സഹായിക്കുന്ന പേപ്പർ അധിഷ്ഠിത സെൻസർ സംവിധാനം വികസിപ്പിച്ചത്. ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവിൻ്റെ പേരാണ് UK കുമാരനാണ്. ചൂരൽമല എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് UK കുമാരനാണ്. കടൽ നിരപ്പ് ഉയരും തോറും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപ് രാജ്യമായ ടുവാലു സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലാണ് കടൽ നിരപ്പ് ഉയരും തോറും മുങ്ങിക്കൊണ്ടിരിക്കുന്ന ദ്വീപ് രാജ്യമായ ടുവാലു സ്ഥിതി ചെയ്യുന്നത്. ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത് ഇന്ത്യക്കാരനായ ഡി ഗുകേഷാണ്. ക്രൊയേഷ്യയിൽ നടന്ന ഗ്രാൻഡ് പ്രീ ചെസ് ടൂറിലെ റാപ്പിഡ് വിഭാഗത്തിൽ കിരീടം നേടിയത് ഡി ഗുകേഷ് ആണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ പുതിയ മേധാവിയായി നിയമിതനായത് പരാഗ് ജെയിൻ ആണ്. ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിൻ്റെ മേധാവിയായി നിയമിതനായത് പരാഗ് ജെയിൻ ആണ്. ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്ത്. ഗുജറാത്തിലെ ആനന്ദിലാണ് ഇത് നിലവിൽ വന്നത്. ഇന്ത്യയിലെ ആദ്യ സഹകരണ സർവകലാശാല നിലവിൽ വരുന്ന സംസ്ഥാനമാണ് ഗുജറാത്തിലെ ആനന്ദ്. 2026 ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയാണ് തൃശ്ശൂർ. 2026 ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയാണ് തൃശ്ശൂർ. 2026 ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന കായികമേള അല്ലെങ്കിൽ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ വേദി ഏതാണ്? അത് തിരുവനന്തപുരമാണ്. 2026 ജനുവരിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി തൃശ്ശൂർ ആയിരുന്നുവെങ്കിൽ 2026 ജനുവരിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ വേദി തിരുവനന്തപുരമാണ്. 2026 നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി പാലക്കാട് ജില്ലയാണ്. 2026 നടന്ന സംസ്ഥാന ശാസ്ത്രോത്സവത്തിൻ്റെ വേദി പാലക്കാടാണ്.
രാജ്യത്തെ ദിവ്യാംഗർക്കും വയോജനങ്ങൾക്കും സൗകര്യങ്ങൾ പ്രാപ്യമാക്കുവാൻ തയ്യാറാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ സംരംഭമാണ് സുഗമ്യ ഭാരത് ആപ്പ്. രാജ്യത്തെ ദിവ്യ അംഗർക്കും വയോജനങ്ങൾക്കും സൗകര്യങ്ങൾ പ്രാപ്യമാക്കാൻ തയ്യാറാക്കിയ കേന്ദ്ര സർക്കാരിൻ്റെ സംരംഭത്തിൻ്റെ പേരാണ് സുഗമ്യ ഭാരത് ആപ്പ്. UN പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി നിയമിതനായത് അനാലീന ബാർബോക്ക് ആണ്. UN പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി നിയമിതനായത് അനാലീന ബാർബോക്ക് ആണ്. മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ബെന്യാമിൻ. മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ബെന്യാമിൻ. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദിയാണ് നെതർലൻഡ്സിലെ ഹേഗ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദിയാണ് നെതർലൻഡ്സിലെ ഹേഗ്. 1949 ഏപ്രിൽ 4 നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ സ്ഥാപിതമായത്. 1949 ഏപ്രിൽ 4 നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന നാറ്റോ സ്ഥാപിതമായത്. ഏത് സംസ്ഥാനത്തെ തദ്ദേശീയ ജനതയ്ക്ക് ഭൂമിക്ക് മേൽ അവകാശം സ്ഥാപിച്ചു നൽകാനുള്ള കർമ്മ പദ്ധതിയാണ് മിഷൻ ബസുന്ധര? ആസാം എന്ന സംസ്ഥാനത്തെ ജനതയ്ക്ക് ഭൂമിയുടെ മേൽ അവകാശം ഉറപ്പിച്ചു നൽകുന്ന പദ്ധതിയുടെ പേരാണ് ഈ പറയുന്ന ബസുന്ധര എന്ന് പറയുന്നത്. ചൈനയ്ക്കും US-നും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. ചൈനയ്ക്കും US-ന് ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യമാണ് ഇന്ത്യ. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായത് ബ്രസീലിലെ റിയോ ഡി ജനീറോ ആയിരുന്നു. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് കൊട്ടാരക്കരയിലെ നെടുവത്തൂരിലാണ്. സംസ്ഥാനത്തെ ആദ്യ AI റോബോട്ടിക് ഗവേഷണ കേന്ദ്രം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തനം ആരംഭിച്ചത് കൊട്ടാരക്കരയിലെ നെടുവത്തൂരിലാണ്. ടെസ്ല സ്പേസ് എക്സ് സിഇഒയും US കാര്യക്ഷമതാ വകുപ്പ് മുൻ മേധാവിയുമായ എലോൺ മസ്ക് രൂപീകരിച്ച പുതിയ പാർട്ടിയുടെ പേരാണ് ദ അമേരിക്ക പാർട്ടി. ടെസ്ല സ്പേസ് എക്സ് സിഇഒയും US കാര്യക്ഷമതാ വകുപ്പ് മുൻ മേധാവിയുമായ എലോൺ മസ്ക് രൂപീകരിച്ച പുതിയ പാർട്ടിയാണ് ദ അമേരിക്ക പാർട്ടി. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യമാണ് ഒമാൻ എന്ന് പറയുന്നത്. വ്യക്തികളിൽ നിന്ന് ആദായ നികുതി ഈടാക്കുവാൻ തീരുമാനിച്ച ആദ്യ ഗൾഫ് രാജ്യം ഒമാനാണ്. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യമാണ് ഇന്ത്യ. നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈറ്റ് മെഷീൻ ഗൺ സംവിധാനം വിജയകരമായി പരീക്ഷിച്ച രാജ്യം ഇന്ത്യയാണ്. പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ജീവൻ. പ്രസവശേഷം ആശുപത്രിയിൽ നിന്നും മടങ്ങുന്ന സ്ത്രീകൾക്ക് വൃക്ഷത്തൈ നൽകുന്ന പദ്ധതിയുടെ പേരാണ് ജീവൻ. കുർബോൻ എന്ന നോവൽ എഴുതിയത് ആരാണ്? ഹരിത സാവിത്രിയാണ്. കുർബോൻ എന്ന നോവൽ എഴുതിയത് ഹരിത സാവിത്രിയാണ്. 2024 വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ നഗരമാണ് ന്യൂഡൽഹി. 2024 വേൾഡ് സോയിൽ കോൺഫറൻസിന് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ്. കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകം കരുമാടിക്കുട്ടൻ്റെ സ്മാരകം അത് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കരുമാടി എന്ന സ്ഥലത്താണ്. കേരള പുരാവസ്തു വകുപ്പിൻ്റെ സംരക്ഷിത സ്മാരകമായ കരുമാടിക്കുട്ടൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയിലെ കരുമാടിയിലാണ്. 2024 അന്താരാഷ്ട്ര സഹകരണ സമ്മേളനം നടന്നത് ന്യൂഡൽഹിയിലാണ്. 2024 അന്താരാഷ്ട്ര സഹകരണ സമ്മേളനം നടന്ന സ്ഥലമാണ് ന്യൂഡൽഹി. ഇറാൻ്റെ ഫോർദോ, നഥാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ എന്ന് പറയും. ഇറാൻ്റെ ഫോർദോ, നഥാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ച US സൈനിക നടപടിയുടെ പേരാണ് ഓപ്പറേഷൻ നൈറ്റ് ഹാമർ എന്ന്. ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെൻ്റൽ മീറ്റിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് നീരജ് ചോപ്രയാണ്. ചെക്ക് റിപ്പബ്ലിക്കിൽ നടന്ന ലോക അത്ലറ്റിക്സ് കോണ്ടിനെൻ്റൽ മീറ്റിൽ ജാവലിൻ ത്രോയിൽ ഒന്നാമതെത്തിയത് നീരജ് ചോപ്രയാണ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO-യായി നിയമിതനായത് ആരാണ്? അത് സഞ്ജയ് ജോഗ് ഗുപ്തയാണ്. ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ CEO-ആയി നിയമിതനായത് സഞ്ജോയ് ഗോപ്തയാണ്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തിലെ ആദ്യത്തെ വൈദ്യുത വിമാനമാണ് അലിയ CX-300 എന്നത്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനമാണ് അലിയ CX-300. ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉൾപാർട്ടി തെരഞ്ഞെടുപ്പിൽ ജയിച്ച ഇന്ത്യൻ വംശജനാണ് സൊഹറാൻ മംദാനി.
ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാനുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഉൾപാർട്ടി തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ന്യൂയോർക്ക് മേയറായിട്ട് എത്തിപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് സൊഹറാൻ മംദാനി എന്ന് പറയുന്നത്. ചാറ്റ് GPT ചോദിക്കുന്നത് പോലെ ഗൂഗിൾ സെർച്ച് എഞ്ചിനോട് ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്ന പുതിയ ഫീച്ചറാണ് ഗൂഗിൾ AI മോഡ്. ചാറ്റ് GPT ചോദിക്കുന്നത് പോലെ ഗൂഗിൾ സെർച്ച് എഞ്ചിനോട് ചോദ്യം ഉന്നയിക്കാൻ കഴിയുന്ന പുതിയ ഫീച്ചറാണ് ഗൂഗിൾ AI മോഡ്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ തുടങ്ങുന്നത് നോർക്കയാണ്. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങുന്ന മലയാളികളുടെ രക്ഷയ്ക്കായി മൈഗ്രേഷൻ സ്റ്റുഡൻസ് പോർട്ടൽ തുടങ്ങുന്നത് നോർക്കയാണ്. വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയ പേടകത്തിൻ്റെ പേരാണ് ന്യൂ ഷെപ്പേഡ്. വനിതകളെ മാത്രമായി ബഹിരാകാശത്ത് എത്തിച്ച് വിജയകരമായി മടങ്ങിയ പേടകമാണ് ന്യൂ ഷെപ്പേഡ്. 24ാമത് അന്താരാഷ്ട്ര മാനസിക ആരോഗ്യ സമ്മേളനത്തിന് വേദിയായത് തായ്ലൻഡാണ്. 24ാമത് അന്താരാഷ്ട്ര മാനസിക ആരോഗ്യ സമ്മേളനത്തിന് വേദിയായത് തായ്ലൻഡ് ആണ്. ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നതും തടയുവാൻ വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. ഡീപ്പ് ഫേക്ക് ചിത്രങ്ങളും ശബ്ദങ്ങളും പ്രചരിക്കുന്നതും തടയുന്നതിന് വേണ്ടിയിട്ട് വ്യക്തികളുടെ ശരീരത്തിന് പകർപ്പവകാശം നൽകാൻ നിയമം കൊണ്ടുവരുന്ന രാജ്യമാണ് ഡെൻമാർക്ക്. ബാസിസ് അക്കാഡമിയുടെ 2025 ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളെ അടിസ്ഥാനമാക്കിയുള്ള കറണ്ട് അഫയേഴ്സ് വാർത്താ ബുള്ളറ്റിനാണ് ഇപ്പോൾ സമാപിച്ചിരിക്കുന്നത്. ഈ വാർത്താ ബുള്ളറ്റിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക്